ഹായ്, എന്താ പാട്? സുഖല്ലേ? പൊന്നാര ചെങ്ങായിമാരെ, ഒരു കാര്യം പറയട്ടെ. ഫാത്തി വീഡിയോ ഇറക്കി തെറി പറഞ്ഞു പറഞ്ഞിട്ട് ഇന്റെ ഇൻബോക്സിക്ക് ആരും ഇത് ഇടണ്ട. കാരണം എന്താ അറിയോ, എനിക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ നിങ്ങളും അതേ ഒരു സെൻസിൽ എടുത്താൽ മതി. അവനിക്ക് തെറി പറയാനേ അറിയുള്ളൂ, ഒന്നിനും ഉത്തരം പറയാൻ അറിയില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം ഉത്തരം പറയാൻ ഓൻ്റെ അടുത്ത് ഉത്തരമല്ല. ഓൻ വല്ലാണ്ട് പേടിക്കണുണ്ട് എന്നെ. അതായത് ഓൻ വിചാരിക്കണ എന്താ പറയുക, ഉമ്മാക്കും ബാപ്പാക്കും മറ്റേ ഭാര്യക്കും ഒക്കെ ഇങ്ങോട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിമ ഒതുങ്ങുന്ന. ഞമ്മക്കൊന്ന് നോക്കാം ഓൻ എത്ര കാലം വിളിക്കുന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്തും കൊണ്ടേയിരിക്കും. ഓനിക്കെതിരെയുള്ള വീഡിയോ ഞാൻ ചെയ്യും. നിങ്ങളിപ്പോൾ ഇന്നെ വിമർശിക്കണ ഒരാളുണ്ടെങ്കിൽ, അതായത് എന്തിനാണ് അവരുടെ ലൈഫിൽ കയറി ഇടപെട്ട് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ അത് നാളെ തിരുത്തി പറയും. അതുവരേക്ക് ഞാൻ കാര്യങ്ങൾ എത്തിക്കും. ആ ഒരു പേടിയാണ് ഫാത്തിക്ക്. എന്താ അറിയോ, ഞാൻ സഞ്ചരിക്കണ പാത അവൻ ലോക്കാവുന്നുള്ളത് 100% എനിക്ക് ഉറപ്പാ. കാരണം ഒരു പെണ്ണിനെ സമൂഹത്തിന്റെ മുമ്പിൽ, അവന്റെ ഭാര്യയെ സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും മോശക്കാരിയായി ഓൻ ചിത്രീകരിച്ചിട്ട് ഒരു സെന്റിമെന്റൽ കൊണ്ട് ഓൻ ഈ കുട്ടികളെയും കൊണ്ട് നടക്കുകയായിരുന്നു. ഓനിക്ക് 3 കുട്ടികളാണ്. അതിൽ 2 ഓൻ ചെലവിനും കൊടുക്കുന്നുള്ളൂ, 2 ഓൻ നോക്കുന്നുള്ളൂ. കുട്ടികളെ സ്നേഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 3 അവന്റെ കുട്ടികളാ. അപ്പോ ഈ 1 മാത്രം ഓൻ ഒഴിവാക്കിയിട്ട് ഈ ഒരു പെൺകുട്ടിനെ വെച്ചിട്ട് മാത്രമാണ് ഓൻ ഇക്കണ്ട റീച്ചൊക്കെ ഉണ്ടാക്കിയത്. അതായത് ഇവന്റെ വൈഫ് എന്ന് പറയുന്ന ഈ സുമി പറഞ്ഞ പെണ്ണില്ലേ, ഈ പെണ്ണിനെ കുറിച്ചിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടും അഥവാ അവൻക്ക് വരുന്ന ഇൻബോക്സിൽ ഇങ്ങോട്ട് വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈയും കൊടുത്തിട്ട് അത്രയും മോശക്കാരിയാക്കിയിട്ടാണ് ഇവൻ പറയുന്നത്. അതായത് അവന്റെ 3 കുട്ടികളെ പ്രസവിച്ച ഒരു സ്ത്രീ, അതുപോലെ അവന്റെ ഭാര്യ ആയിരുന്ന ഒരു കാലത്തെ ഒരു പെണ്ണ്, ഈ ഒരു പരിഗണന പോലും അവൻ കൊടുക്കുന്നില്ല. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത്, അവള് മോശാണ്, അവളെ വിശ്വസിക്കരുത് എന്നൊക്കെ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ ഫാത്തി പറഞ്ഞ കഥയല്ലാത്തൊരു കഥ? അറിയോ? സത്യമല്ലാത്തൊരു കാര്യത്തിന്റെ പുറകെ ഞാൻ പോകൂല. കാരണം അവൻ എന്നെ പേടിക്കുന്ന എന്താ വെച്ചാൽ, അവൻ ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ഉണ്ട്. ഏത്? ഈ കുട്ടികളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ. അതിന്റെ പേരിലാണ് അവന് സാമ്പത്തികമായിട്ടും കുറെ ആളുകൾ സഹായിച്ചത്, കുറെ ആളുകൾ അവനോട് എന്താ പറയാ ബന്ധത്തിന് പോയതും എല്ലാം. അങ്ങനെ നാട്ടുകാരെയും പറ്റിച്ച് സുഖമായി പോകുന്ന ഇടക്കാണ് ഞാൻ ഓനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓനാണ് ആദ്യം തുടങ്ങിയത്. എങ്കിലും ഞാൻ പിന്നെ ഇവനൊന്ന് ചൊയന്ന് നോക്കി. അപ്പോഴാണ് സത്യങ്ങൾ ഫുള്ള് ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വന്നത്. അത് ഓനെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട്. ഓൻ പേടിക്കണം. ഓനിപ്പോ എത്ര കാലം തെറി പറയുന്നേ? എത്ര കാലങ്ങൾ ഓന്റെ തെറി വീഡിയോ മാത്രം ഇരുന്ന് കാണും? 2 ദിവസം, അല്ലെങ്കിൽ 5 ദിവസം, അല്ലെങ്കിൽ 50 ദിവസം, അല്ലെങ്കിൽ 1 കൊല്ലം നിങ്ങൾ അവന്റെ തെറി വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണും. അതായത് നിങ്ങളിപ്പോ ഇനി അവന്റെ ഫാൻസ് ആണെന്ന് വെക്കുക, എങ്കിൽ കൂടി ആ വീഡിയോസുകൾ നിങ്ങൾക്ക് മുഴുവൻ ഇരുന്ന് കാണാൻ കഴിയോ? ഇല്ല. എന്നാൽ എന്റെ വീഡിയോസ് അങ്ങനെയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോ കുട്ടികളോ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെ ഏത് സഭയിൽ ഇരുന്നിട്ടും നിങ്ങൾക്ക് എന്റെ വീഡിയോ പ്ലേ ചെയ്യാം. ആ ഒരു വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ട്. ഇവന്റെ മെയിൻ കണ്ടന്റ് എന്താ അറിയോ? സ്വന്തം ഭാര്യ വേശ്യയാണ്, അവരുടെ കൂടെ കിടന്നു, ഇവരുടെ കൂടെ കിടന്നു എന്നുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവൻ പണ്ട് തൊട്ടേ വീഡിയോ ചെയ്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഇവനോടൊരു സഹതാപം തോന്നിയത്. പക്ഷേ ഇവൻ അടുത്തറിഞ്ഞ ആരും ഇന്ന് അവന്റെ കൂടെ ഇല്ല. പിന്നെ ഇവൻ തെറി പറയുന്നത് കൊണ്ടുള്ള വേറൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവന്റെ തെറി കേട്ടിട്ട് അവന്റെ അക്കൗണ്ടിൽ നിന്ന് നേരെ ഇവർ എന്റെ ചാനലിലേക്കാണ് വരുന്നത്. എന്താണ് ഈ ഇഷ്യൂ എന്നറിയാം, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്നറിയാൻ. അപ്പൊ ഇന്റെ വീഡിയോസ് ഫുള്ള് കാണുമ്പോൾ പിന്നെ അവരെന്നോട് പറയും, ഏത് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട്, ബ്രോ സത്യം പറയാലോ, അങ്ങനെ വീട്ടുകാരെ തെറിയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്തിനാണ് എന്നൊന്ന് വന്ന് നോക്കിയതാ. അപ്പോഴാണ് ബ്രോന്റെ വീഡിയോ ഞാൻ കണ്ടത്. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, കാരണം അവൻ ഡ്രഗ്സിന്റെ അഡിക്റ്റ് ആണെന്നുള്ളത്. കാരണം നോർമൽ ആയ ഒരു മനുഷ്യനിക്ക് ഇങ്ങനെ ആവാൻ കഴിയൂല. ഇനി നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഇങ്ങനത്തെ ഒരു ജീവിതശൈലിക്ക് വരും. അതിനൊരു കാരണമുണ്ട്. സത്യം പറയാലോ, ഞാൻ അവന്റെ മാതിരി തോൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയല്ല. ഞാൻ എപ്പോഴും സത്യമാണെങ്കിൽ അത് മാത്രമേ വിളിച്ചു പറയുള്ളൂ. അതായത് ഇവന്റെ നാട്ടിൽ നിന്ന് ഇവന്റെ ആരൊക്കെയാണ്, അതായത് എന്നെ വിളിച്ചു. അതായത് ഇൻസ്റ്റഗ്രാമിലാണ് വിളിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രോ എന്റെ വോയിസോ കാര്യങ്ങളൊന്നും പുറത്തു വിടരുത്. നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾ അവൻ പറയുന്ന തെറി ഞാൻ കേട്ടിരുന്നു. ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്തിനാ അറിയോ? ബ്രോ എൻ്റെ വോയിസ് എടുത്തിട്ട് പുറത്ത് വിടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പിന്നെ ബ്രോനിന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല. ഞാൻ ബ്രോൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഫാത്തി എന്ന് പറയുന്ന ഇവന്റെ പേര് ഷെഫീഖ് എന്നാ. ഇവ ഇങ്ങനെ ആകാനുള്ള ഒരു കാരണം മെയിനായിട്ട് എന്താ അറിയോ? ഇവന്റെ ഉമ്മ പണ്ട്, അതായത്
ഒരുപാട് കാലം മുമ്പ് ഇവന്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ ഇവൻ ജനിച്ചിക്കണോ എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഇവനാണോ പെങ്ങളാണോ നിലവിലുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ടൈമില് ഇവന്റെ വാപ്പ എങ്ങനെയാ വെച്ചിട്ടാ പണ്ട് തൊട്ട് നന്നായി മദ്യപിക്കുത്രേ. അതായത് ഇവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ നല്ല പോലെ മദ്യപിക്കും. അതായത് ഫാമിലിയിൽ അങ്ങനെ ഈ വൈകുന്നേരം വന്ന് മറ്റേ ഉരുണ്ട് വീട്ടിൽ വന്ന് കയറി കൂടുക എന്നുള്ള ഒരു ചുമതല മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ നാട്ടില് ഈ അടക്ക, തേങ്ങ, മാങ്ങ, ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഈ തോട്ടങ്ങളൊക്കെ ഇങ്ങനെ പാട്ടത്തിന് എടുക്കാൻ വരുന്ന ഒരാളില്ലേ, ആളെ പേര് രാജെന്നാ പറഞ്ഞേ, രാജൻ തന്നെ പറഞ്ഞേ. രാജൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായത്ര. ആള് നല്ല ഇങ്ങനെ മുടിയൊക്കെ വളർത്തിയിട്ട് ഉള്ള ആളായിരുന്നു അത്ര. ഈ ആളെ ആയിട്ട് നാട്ടുകാർ ഒരു തവണ ഇവന്റെ ഉമ്മാനെ പിടിച്ചു അത്രേ. ഇവന്റെ ഉമ്മാനെ പിടിച്ചു എന്ന് മാത്രമല്ല, ഇത് ഇവന്റെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അന്നത്തെ കാലത്ത് തന്നെ ഇപ്പൊ ഇവനും ഈ സുമി നടക്കുന്ന മാതിരിയുള്ളൊരു പ്രശ്നമല്ലേ, ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള മറ്റേ തെറിവിളി, അനാവശ്യം വിളി, അടിയും പിടിയും അങ്ങനെയൊക്കെ നടന്നിത്രേ. അതിനുശേഷം കുറെ കാലത്തിന് ശേഷം പിന്നെ തിരിച്ചെടുത്തുത്രേ ഇവന്റെ ഉമ്മാനെ. ഇതൊന്നും അവനെ തോൽപ്പിക്കാൻ പറയണല്ല കേട്ടോ, ഇത് ജനുവിനായ കാര്യം. അതായത് ഒരു മനുഷ്യൻ ഇത്ര തരം താന്ന് പോകാനുള്ള റീസൺ എന്താന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തര അത് നിങ്ങൾ എന്തായാലും കേൾക്കണം. അങ്ങനെ എന്ത് ചെയ്തു, ഇവന്റെ ഉമ്മാനെ തിരിച്ചെടുത്തു. അങ്ങനെ വേണം വേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന്റെ പെങ്ങള് കുറച്ച് വലുതായി. പക്ഷെ ഈ പെണ്ണിന് സത്യം പറഞ്ഞാൽ ഇവരെ ഫാമിലിയുടെ ക്വാളിറ്റി കൊണ്ട് ഒരു നല്ല ബന്ധം വന്നിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇവള് പ്രേമിച്ചു ഒരുത്തനെ പ്രേമിച്ചിട്ട് അവരെ തമ്മിൽ ഇതുപോലെ പിടിച്ചിട്ട് ഈ രണ്ട് വീട്ടുകാരും കൂടിയിട്ട് അവനിക്ക് തന്നെ കെട്ടിച്ചു കൊടുത്തു. ഏത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ്, ഒരു ചീത്തപ്പേരുണ്ടായതാണ്. അപ്പൊ എന്തായാലും കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ പെങ്ങൾ എന്ത് ചെയ്തു, ഈ ചങ്ങായിക്ക് തന്നെ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ ഈ ചങ്ങായി അത്ര വെടിപ്പല്ല, ഓൻ എന്തൊക്കെ മറ്റേ എന്താ പറയാ തനി ലോക്കലാണ്, ഈ കഞ്ചാവ് അത് ഇതൊക്കെ വിറ്റ് നടക്കുന്ന ഒരു ചങ്ങായി അത്ര. എന്നാ അങ്ങനെ പബ്ലിസിറ്റി അല്ല, പക്ഷെ എല്ലാവർക്കും അറിയും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യണ. ഈ എപ്പോഴും സിവിലിന്റെ മുമ്പിൽ ഉണ്ടാവും തര ഫുള്ള് ഫിറ്റായിട്ട് ഇങ്ങനെ കടന്നും കൊണ്ട് അത്തരത്തിലുള്ള ഒരു ലോക്കൽ ചങ്ങായിയാണ്. അപ്പോ ഇവന്റെ പെങ്ങളും ഇവന് തമ്മിൽ പ്രേമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ മൊത്തത്തിൽ ചർച്ചയായപ്പോ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഇവര് കാര്യമായിട്ട് പണ്ടോ മുതലോ ഒന്നും ഈ പെണ്ണിന് കൊടുക്കാതെയാണ് കെട്ടിച്ചിരിക്കുന്നത്. അപ്പോ അതന്നെ ഇവനിക്ക് വലിയ റീമാർക്കായിരുന്നു, എന്താ ഈ പെണ്ണ് തിരയുന്ന സമയത്ത്. അങ്ങനെ ഇവനിക്ക് ഒരു പെണ്ണും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇത്രയും മോശമാണ്. ഉമ്മാടത് അങ്ങനെ, പെങ്ങളത് ഇങ്ങനെ, വാപ്പ ഇങ്ങനെ. പിന്നെ ഓന്റെ കാര്യം അതിപ്പോ നിങ്ങൾക്ക് കണ്ടറിയല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇത്തരം കുടുംബത്തിൽ വളർന്ന, അതായത് ഇവനിക്ക് ഒരു ഉമ്മാടെ സ്നേഹം എന്താണെന്നും നേരെ കിട്ടിയിട്ടില്ല, ഉപ്പാടെ സ്നേഹം എന്താണെന്ന് അതും ഓൻ അറിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പെങ്ങളെ സ്നേഹം എന്താന്ന് അതും ഓൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിയാതെ ജീവിച്ച് വളർന്ന ഒരുത്തനാണ് ഈ ഫാത്തി. ഈ ഫാത്തിക്ക് പിന്നെ മറ്റുള്ളവര് അവരുടെ ഉമ്മാനെ എങ്ങനെ കാണുന്നു, വാപ്പാനെ എങ്ങനെ കാണുന്നു, പെങ്ങളെങ്ങനെ കാണുന്നു, ഭാര്യ എങ്ങനെ കാണുന്നു, മക്കളെങ്ങനെ കാണുന്നു, ഇവരൊക്കെ ഏത് കാറ്റഗറിയിൽ വെക്കണം, ഇവരൊക്കെ നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നേന്നല്ല അവന് ആരെ തെറി പറഞ്ഞാലും അവനതിലൊരു ആനന്ദം കണ്ടെത്തുകയാണ്. അപ്പൊ സാധാരണ ഒരാള് ചിന്തിക്കുക എന്താ അറിയോ, എന്റെ ഉമ്മാനല്ലേ പറയണേ, അല്ല എന്റെ വാപ്പാനല്ലേ പറയണേ, അല്ല എന്റെ മറ്റേ ഭാര്യനല്ലേ പറയണേ, അല്ല എന്റെ മക്കളല്ലേ പറയണേ, അതുകൊണ്ട് ഇനി ഓനിക്കെതിരെയുള്ളതാണ് നിർത്താ എന്ന് വിചാരിക്കും. പക്ഷെ ഷെരീഫ് അത് ചെയ്യൂല. ഞാനിത് ചെയ്തും കൊണ്ട് തന്നെ ഇരിക്കും. എനിക്ക് പോകാൻ എത്ര കാലം ആ UAE നിന്നിട്ട്, കാരണം UAE നിയമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആര് UAE നിൽക്കുകയാണെങ്കിലും അറിയും. അപ്പൊ അങ്ങനെ UAE നിന്നിട്ട് ഓൻ എത്ര കാലം ഈ തെറി പറയുന്നുള്ളത് എനിക്കും ഒന്ന് കാണണം. ഞാൻ അതിന് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തെറി അവൻ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്റെ ഇൻബോക്സ് കിടണ്ട, എനിക്കത് പ്രശ്നമേ അല്ല. 100 വട്ടം എനിക്കത് പ്രശ്നമല്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് ഒരു വെറീഡും അല്ല. അതുകൊണ്ട് പൊന്നു മക്കളെ, എനിക്കില്ലാത്ത ഒരു രോധനം നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇവൻ പെണ്ണ് തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇവനിക്കൊരു മനുഷ്യൻ പെണ്ണ് കൊടുക്കുന്നില്ല. ഒരു പെണ്ണ് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സുമി എന്ന് പറയുന്നത് ഓൾറെഡി ഓൻ തന്നെ പറഞ്ഞത് കൊണ്ടാട്ടോ ഞാൻ പറയുന്നത്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാ. ഇപ്പൊ നിലവില് പിന്നെ അവൻ മൊഴി ചൊല്ലിയിട്ടൊന്നുമില്ല. കാരണം ഇവളുടെ വീട്ടുകാർ പറഞ്ഞിട്ട് പോലും മൊഴി ചൊല്ലുന്നില്ല. അതെന്താ വെച്ചാല് ഒരു 17 പവൻ ഇവൻ മുക്കിയിരിക്കണു. ഇവനിക്ക് മുക്കുക എന്നുള്ളത് ഭയങ്കര ഹോബിയുള്ള ഒരു കാര്യമാണ്. അപ്പോ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഈ മക്കളുടെ പേരിലും ഇതിന്റെ പേരിലും കേസ് കൊടുത്തത് വിധിയും വന്നിക്കണു. അതായത് ഈ മക്കൾക്ക്
മക്കളെ തിരിച്ച് ഉമ്മാടത്ത് ഏൽപ്പിക്കാൻ കോടതി വിധി ഉണ്ട്. അതുപോലെ തന്നെ ഇവന്റെ ഈ സ്വർണവും കാര്യങ്ങളും തിരിച്ചു കൊടുക്കാൻ. ഇതിങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് ഓൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുള്ളൂ. ഓൻ ഒരിക്കലും നാട്ടിലേക്ക് വരാൻ ഓൻ കരുതിയിട്ടുമില്ല. ഓൻ സ്വയം വിചാരിക്കണത് ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് വരൂല എന്നുള്ളതാ. പക്ഷെ ഓനൊക്കെ വരുന്ന നിങ്ങൾ കണ്ടോളി, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ സുമിനെ ഇവൻ കെട്ടി. അപ്പോ ഇവൻ തന്നെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, എന്താ ഇന്നേക്കാ വയസ്സുണ്ട് സുമിക്ക്, മാത്രല്ല അവളെ മുമ്പൊന്ന് കെട്ടിച്ചതാണ്, എന്നിട്ടാണ് ഞാൻ കെട്ടിയത് എന്നൊക്കെ ഇവൻ തന്നെ പല മെസ്സേജുകളായിട്ട് പലരോടും പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇവന്റെ ഈ വീഡിയോ കണ്ടിട്ട്, അതായത് ഞാൻ ഇടുന്ന ഈ വീഡിയോ കാണുന്നത് വരെ പലരും തെറ്റിദ്ധരിച്ചിരുന്നു. ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയും, എന്റെ കമന്റ് ബോക്സിൽ തന്നെ എഴുതിക്കുന്നു, ഇൻസ്റ്റയിലൊക്കെ ഫുൾ ഓനെ സപ്പോർട്ടാണല്ലോ, ഓനിക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ, എല്ലാവരുടെ കമന്റും സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന്. ഒരു കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്യട്ടെ. കാരണം എന്താ അറിയോ, അതൊക്കെ ഈ കമന്റ് അടിക്കുന്നവര് സപ്പോർട്ട് ചെയ്യുന്നവര് ഇഷ്ടമാണ്. കാരണം അത്രയും ഒരു മനുഷ്യനെ, അതായത് ഇത്രയും പബ്ലിക്കിൽ ആ ചെറിയ മക്കളെ എരുത്ത് നിർത്തിയിട്ട് അവൻ മറ്റുള്ളവരെ ഉമ്മാക്കും വാപ്പാക്കും ഇത്രയും അവന്റെ കടപ്പറ, മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെയുള്ള കടപ്പറ രഹസ്യങ്ങൾ വരെ ഈ കുഞ്ഞു മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഓൻ അത് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ ഓൻ യഥാർത്ഥത്തിൽ ഒരു വാപ്പാടെ സ്നേഹം അറിഞ്ഞു വളർന്നവനല്ല, ഒരു ഉമ്മാടെ സ്നേഹം അറിഞ്ഞു വളർന്നവനല്ല, ഒരു മക്കളെ സ്നേഹിച്ച് പഠിച്ചവനല്ല, ഒരു പെങ്ങളെ വില എന്താന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല, ഒരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മഹത്വം വില എന്താന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഓരോ വ്യക്തികൾ പഠിക്കുക എവിടുന്ന് അറിയോ, സ്വന്തം കുടുംബത്തിൽ നിന്ന്. ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു ചരിത്രം ഓന്റെ കുടുംബത്തിലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാല്, ഇവന്റെ പെങ്ങളെ കെട്ടിയല്ലേ, ഇവന്റെ പെങ്ങളെ കെട്ടിയവന് ഈ സുമിനെ വിളിച്ചു, സുമി ആയിട്ട്, അതായത് സുമി എന്ന് പറയുന്നത് ഇവന്റെ വൈഫാട്ടോ, ഇവളായിട്ട് സംസാരിച്ചു, അത് ഓൻ കണ്ടുപിടിച്ചു. അതിന്റെ പേരിലാണ് ഈ സുമി എന്ന് പറയുന്ന ഇവന്റെ ഇപ്പോഴത്തെ ഭാര്യ ഇവന്റെ പെങ്ങളുടെ സ്വന്തം ചോരയുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചു. പിന്നെ ഇവ എന്തൊക്കെ കണ്ടു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെണ്ണിനെ ഈ സോഷ്യൽ മീഡിയയിൽ കൊടുന്നിട്ട് ഇത്രയും തെറി വിളിക്കണം, ഇത്രയും ആളുകളുടെ സമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവന്റെ വീട്ടുകാർക്ക് ഇത് വലിയൊരു പ്രശ്നമല്ല. കാരണം എന്താ അറിയോ, അവരുടെ ലോകമേ വേറെയാണ്. നിനക്കിഷ്ടല്ലേ നീ ചെയ്തോ, നിനക്കിഷ്ടല്ലേ നീ ചെയ്തോ, നിനക്ക് ആരുടെയും കൂടെ പോണെങ്കിൽ നീ പൊക്കോ. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫാമിലിയാണ് ഇവര്. അതായത് തറാന്ന് പറഞ്ഞിട്ട് തറയെ നമ്മൾ ചെറുതാക്കാൻ പറ്റൂല, അതിലപ്പുറമാണ്. ഞാൻ സത്യം പറഞ്ഞ അതിശയത്തോടെ അയാൾ പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടു നിന്നു. ഞാൻ ചോദിച്ചു, ഇതൊക്കെ സത്യം തന്നെയാണ് വെച്ചു. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യം ഷെരീഫ്. കാരണം അവൻ വളർന്നു വന്ന സാഹചര്യം, അവന്റെ ഫാമിലിയുടെ പിന്നെ ഒരു സ്റ്റാൻഡിങ്ങും വെച്ച് നോക്കുമ്പോൾ ഇവനിക്ക് ഇങ്ങനെയൊന്നും പറയാനോ ചെയ്യാനോ ഒരു ലഹരിയും വേണ്ട. പിന്നെ ഇവൻ നാട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വെള്ളമടിക്കുന്ന ഒരാളാണ്. ആരെ? ഈ ഫാത്തി. അങ്ങനെ ഇവളെ കെട്ടിയിട്ട്, ഈ സുമിനെ കെട്ടിയിട്ട് ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയിട്ട് അവിടുന്ന് ഓരോ ദിവസം, അതായത് ഡ്രസ്സ് മാറ്റുന്ന മാതിരി ഇപ്പം പെണ്ണുങ്ങളെ മാറ്റിയിരുന്നത്. കാശുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, ഓനക്ക് ഇഷ്ടമല്ലാത്ത കൂടെ ഓൻ ആ മറ്റേതിലെ വീഡിയോയിൽ പറയുന്ന മാതിരി അവിടെ കാശുണ്ടെങ്കിൽ എന്തും നടക്കും. അങ്ങനെ മറ്റുള്ള പെണ്ണുങ്ങളെത്ത് പോയി ഇങ്ങനെ എന്താ പറയുക, ഡ്രസ്സ് മാറ്റുമാതിരി പെണ്ണുങ്ങളെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുന്നപ്പോൾ ഓനിക്ക് ഒരു പെണ്ണുമ്മ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പം എന്ത് ചെയ്തു, അവന്റെ ഭാര്യയായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വെറുതെ ഈ പെണ്ണിനെ കുറ്റം പറയുക, വെറുതെ ആളുകളെ അടിയിലിട്ടിട്ട്. അതായത് നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി, ഇത്രയും എന്താ പറയുക, എൻ്റെ വീട്ടുകാരി ഇങ്ങനത്തെ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓന് ഇത്രയും തെറി പറയണമെന്നുണ്ടെങ്കിൽ ആരും കേൾക്കാത്ത ആ വീടിന്റെ ഉള്ളിൽ നിന്ന് അവൻ എത്ര തെറി പറഞ്ഞിട്ടും എത്ര പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും ഈ സുമി എന്ന് പറയുന്ന പെണ്ണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ എല്ലാരെയും ഒതുക്കുന്ന ഒരു രീതിയാണിത്. തെറി പറഞ്ഞിട്ടും ഇല്ലാ കഥകൾ പറഞ്ഞിട്ടും മോശക്കാരാക്കിയിട്ടും ഇവൻ ഒതുക്കുന്ന ഒരു രീതിയാണിത്. അതെനിക്ക് മുൻപേ അറിയായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കുറിച്ചിട്ടുള്ളത് ഞാൻ മൊത്തത്തിൽ പഠിച്ചിരുന്നു. ഇതൊക്കെ നേരിടാനുള്ള ഒരു തൻ്റെ ഇടം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ലാത്തത്. തെറിയല്ലേ അവൻ വിളിക്കുന്നത്, ആർക്കും ഒന്നും പറ്റൂല. അവൻ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്നവരാണ് സ്വയം വിലയിരുത്തേണ്ടത്. പിന്നെ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, നാട്ടിലേക്ക് ലീവിന് വരും. ഒരു 15 ദിവസത്തെ ലീവിനൊക്കെ എത്ര ഇപ്പം വരുള്ളൂ. 2 വർഷത്തിലൊക്കെ അല്ലെങ്കിൽ 2.5 വർഷത്തിലൊക്കെ 15 ദിവസത്തെ ലീവിന് അത്ര ഈ ചങ്ങായി വരല്, ഈ ഫാത്തി വരല്. അങ്ങനെ കടപ്പറയിൽ ഇരിക്കുമ്പോൾ തന്നെ, അതായത് ഈ പെണ്ണ് അടുത്ത് കിടക്കുമ്പോൾ തന്നെ ഇവൻ മറ്റുള്ള പെണ്ണുങ്ങളോട് ഈ വോയിസ് മെസ്സേജ് ആയിട്ടും കോളിംഗ് ആയിട്ടും സ്ഥിരം ഇങ്ങനെ, അതായത് വളരെ മോശമായിട്ട്, അതായത് നമുക്ക് ഒരിക്കലും ഏതെങ്കിലും ഒരു പെണ്ണ് കേട്ടാൽ പോലും നമുക്ക് സഹിക്കൂല. അപ്പോൾ സ്വന്തം കടപ്പറയിൽ അതേ ബെഡിൽ
ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ള അവന്റെ നേരം പോക്കിനുള്ള പെണ്ണുങ്ങളെ വർണ്ണിക്കുമ്പോഴും അവരോട് മോശം വേർഡ് യൂസ് ചെയ്യുമ്പോഴും സഹി കെട്ടിട്ട് ഈ പെണ്ണൊരു ദിവസം പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഭാര്യയല്ലേ, എന്നെ കേൾപ്പിക്കാതെയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്യുണ്ടോ, നിങ്ങൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിപ്പോൾ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളുടെ ശരിയും തെറ്റും ഒരിക്കലും എനിക്ക് തിരുത്താൻ കഴിയൂല, അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ റൂമിൽ നിന്ന് പുറത്തു പോയിട്ടെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറയുണ്ടോ, എനിക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം വരികയാണെന്ന്. ആ സമയത്ത് ഇവൻ പറഞ്ഞ മറുപടിയാണ് ഇപ്പോ ഇന്നോട് അവൻ പറയുന്ന പോലത്തെ തെറികള്. ഇതൊക്കെ കേട്ടിട്ടും ആ പെണ്ണ് അവനെ സഹിച്ചിട്ട് വീണ്ടും ജീവിതം തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്റെ പെങ്ങടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ ചെങ്ങായിയൊക്കെ വീട്ടിലേക്ക് വരല് തുടങ്ങിയത്. അങ്ങനെ ഇവര് എന്തോ ഒരു ബാങ്കിന്റെ എന്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇവളെ വിളിച്ചത്രേ. ഇവളെ വിളിച്ചിട്ട് ഇവളോട് സംസാരിച്ചു. ആ സംസാരിച്ചത് പിന്നീട് ഇവളുടെ കോൾ ലിസ്റ്റിൽ കണ്ടപ്പോ അവന്റെ അളിയനെ കുറിച്ചിട്ട് അവനിക്ക് നല്ല ധാരണ ഉണ്ട്. അതുകൊണ്ട് എന്തിനാ വിളിച്ച എന്ന് ചോദിച്ചിട്ട് ഇവളെ കുറെ തല്ലുകയൊക്കെ ചെയ്തത്. അപ്പൊ ഈ ബാങ്കിന്റെ ആവശ്യത്തിനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രശ്നം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എല്ലാരും നിൽക്കുന്നതിന്റെ ഇടയിൽ ഇവളെങ്ങനെ അമിതമായി ഇവളെങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് മോശക്കാരിയാക്കുന്ന സമയത്ത് ഇവള് പറഞ്ഞത്രേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് സ്വയം വിചാരിച്ചിട്ട് പറയുന്നത്. ഞാൻ എന്തായാലും നിങ്ങളെ മാതിരി മറ്റുള്ളവരുടെ കൂടെ അഴിഞ്ഞാടാൻ നടക്കുന്നില്ല എന്ന് എന്തോ ഇവൾ കടുത്തൊരു വാക്ക് പറഞ്ഞു. ഇത് പറഞ്ഞത് ഓനക്ക് പറ്റിയില്ല. കാരണം അവൻ വലിയ ഗുണ്ടല്ലേ, ഭയങ്കര റൗഡിയല്ലേ, ഓനോടൊക്കെ അങ്ങനത്തെ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇവളെന്ത് ചെയ്തു, ഇവളെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന്, അതായത് ഇവന്റെ ഈ രഹസ്യങ്ങള് ഇവൾ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ ഇവളെ മോശക്കാരിയാക്കണം എന്ന് ഇവൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ഈ രണ്ട് കുടുംബത്തിലും ഇവളെയും ഈ അളിയനെയും, അതായത് സ്വന്തം പെങ്ങളുടെ ഭർത്താവാണ്, പുറത്തില്ല ആളല്ല, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇനി എന്തെങ്കിലും ഇനിയിപ്പോ സീരിയസ് ആയിട്ട് ഇനിയിപ്പോ അവൻ വിചാരിക്കണ പോലെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഓനിക്ക് നൈസിൽ അവളെ മൊഴി ചൊല്ലിയിട്ട് അങ്ങോട്ട് ഒഴിവാക്കാം. ഇനിയിപ്പോ അങ്ങനെ അവളെ വല്ല തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഓൻ അതല്ല ചെയ്തത്. ഓൻ എന്ത് ചെയ്തു, ഇവൾ എന്തായാലും ഇന്റെ രഹസ്യങ്ങൾ മുഴുവൻ ഇവരോട് പറയും. അപ്പൊ എല്ലാരും വിചാരിക്കും ഇന്റെ ഭാഗത്താണ് തെറ്റ്, അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ ഇപ്പൊ പ്രശ്നമായി നിൽക്കുന്നതെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കയറിയിട്ട് എല്ലാവരും എടുത്ത് ഒറ്റയടിക്കാണ് പറഞ്ഞു. പിന്നെ ഓല് തമ്മിൽ അങ്ങനത്തെ ബന്ധമുണ്ട് ഇങ്ങനത്തെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് വിശ്വസിപ്പിച്ചു. ഈ വിശ്വസിപ്പിച്ചപ്പോ ഇവിടെ ഒന്നും അല്ലാതെ ആയി. എന്ത് ചെയ്യണം, മരിക്കണോ ജീവിക്കണോ എന്ത് ചെയ്യണം എന്നറിയാതെ ഈ പെണ്ണാകെ പതച്ചു നിന്നു. പെണ്ണല്ലേ, അതായത് എത്ര വലിയ ഹുങ്കുള്ള പെണ്ണാണെങ്കിലും അവസാനം പിടിവിട്ട ആകെ അറിയ കരയാനാ. അങ്ങനെ അത് കുറെ കരഞ്ഞു. അങ്ങനെ അവരവരുടെ വീട്ടിലാ. അതിനുശേഷം ഇവൻ എന്ത് ചെയ്തു, ഈ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ രണ്ട് കുട്ടികളെ എടുത്തിട്ട്, അതായത് എനിക്ക് പറയുന്ന കേൾക്കുമ്പോ തന്നെ സങ്കടം വന്നിട്ടോ. ആരെ ഈ സുമി എന്നോട് മറ്റേ ഈ കുട്ടികളുടെ വിഷയം ഞാൻ ആദ്യം ചോദിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞൊരു വിഷയമുണ്ട്. സത്യം പറഞ്ഞാൽ കേട്ട ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. അതായത് അവളുടെ മാറത്ത് കടന്ന് ഉറങ്ങിയിരുന്ന ഒരു കുട്ടീനെയാണ് ഇപ്പൊ കൊണ്ടുവരാ, വീട് വരെയാണ് ഇപ്പൊ കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് മക്കളെയും കൊണ്ട് ഇവൻ പോയി എന്നല്ല, ഇവന്റെ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയപ്പോ ഇവർ അന്വേഷിക്കാൻ തുടങ്ങി എന്താണ് കുട്ടികളെ, എവിടെയാണ് കുട്ടികളെ എന്നുള്ളത്. ഒരു വാപ്പാടെ പിന്നാലെയല്ലേ എന്തായാലും മക്കളെ വിട്ടിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഇവർ കുറച്ചൊക്കെ ക്ഷമിച്ചു. പക്ഷെ വൈകുന്നേരം ആയപ്പോ ഒരു കോള് വന്നു, ഞാൻ ഈ മക്കളെയും കൊണ്ട് ദുബായിലേക്ക് പോകുന്നു, ഇനി ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമല്ല പോലെ ജീവിച്ചോളാന്ന് ഇവള് പറയാ. ഒരു 15 ദിവസത്തോളം ഇവള് കരച്ചിൽ നിർത്താതെ കരഞ്ഞ് മെന്റലി ഇവളാകെ എന്തൊക്കെയോ ലോകത്തെത്തി. അതായത് ഇവളുടെ സ്വന്തം വീട്ടുകാർക്ക് പോലും ഇവളുടെ അവസ്ഥ എന്താകും ഇനി, എങ്ങനെ ഇനി കാരണം രണ്ട് മക്കളെയും കൊണ്ടാണ് പെയ്ക്കല്ലേ, ഒരു ഉമ്മാക്ക് സഹിക്കോ? നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ മൃഗങ്ങൾക്കിടയിൽ പോലും ഒരു പ്രകൃതിയിലെ ഒരു സത്യമാണ് എന്ത്, ഈ മൃഗങ്ങൾക്ക് ഇടയിൽ പോലും അതിന്റെ മക്കളെ നോക്കുന്നത് ആരാണറിയോ? അതിന്റെ മാതാവാ, അല്ലെ? തള്ളക്കോയി വരെ മക്കളെ കൊത്തിയാട്ടുന്ന ഒരു സമയം എന്നറിയോ? അതിന് സ്വന്തമായി തീറ്റ എടുക്കാൻ കഴിയും എന്ന് അറിയുമ്പോഴാണ് ഇതിനെ കൊത്തിയാട്ടുക. അപ്പൊ ഏത് കോണിൽ നിന്ന് ചിന്തിച്ചാലും ഈ മാതാവെന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ, അത് അവരെന്നല്ല എവരായിക്കോട്ടെ, അത്രയും വലുതാണ്, നിസാരമായി കാണണ്ടല്ല. അങ്ങനത്തെ ആ മാതാവിന്റെ അടുത്ത് ഈ കുട്ടികളെയും കൊണ്ട് ഇവൻ പോയിട്ട് ഒരു ഭ്രാന്തിന്റെ ലോകത്തുനിന്നാണ് ആ സ്ത്രീ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. ഇതൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് അടിക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യ, അതൊരു പെണ്ണാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇൻഷാ അള്ളാ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറം ലോകം അറിയും. കാരണം എന്താ അറിയോ, ഞാൻ കളിക്കുന്നത് സത്യം കൊണ്ടാ, ഞാൻ കളിക്കുന്നത് നേരുകൊണ്ടാണ്. അവന്റെ മാതിരി
ഉത്തരല്ലെങ്കിൽ തെറി പറച്ചിലല്ല ഞാൻ എന്റെ വഴിക്കാണ് സഞ്ചരിക്കണത്, അത് ഇനിയും സഞ്ചരിക്കും. അവനിക്ക് എത്ര കാലം വേണമെങ്കിലും തെറി പറയാം, ഞാൻ അതിമൊന്നും തളരൂല. ഞാൻ വിഷയത്തേക്ക് വരാം. അങ്ങനെ ഗൾഫ് പോയിട്ടാണ് ഇവ വീഡിയോ ഒക്കെ ഈ കുട്ടികളെ വെച്ചിട്ട് ചെയ്യല് തുടങ്ങിയത്. അപ്പോൾ ആ നെയ്നു എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ കാണിക്കലും കളിയും ചിരിയും അതൊക്കെ ഭയങ്കര രസമാണ്. എനിക്കും ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ട് ആ ഓനോടുള്ള വൈരാഗ്യം കൊണ്ട് ഞാൻ ഓന്റെ മക്കളെ തെറി വിളിക്കാനോ അതല്ലെങ്കിൽ ഓന്റെ മക്കളുടെ കുറവ് പറയാനോ ഞാൻ നിൽക്കൂല. ഓന്റെ മക്കൾക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു കുറവും. ഉള്ളത് പറയാലോ, അതൊക്കെ ഞാൻ ജെന്യൂനായിട്ട് സത്യമായിട്ടാണ് പറയുന്നത്. ആ കുട്ടിയുടെ മറ്റേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ രസമാണ്, ആർക്കും ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടമാണ്. ഞാൻ അവനെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ, അവനെ തന്നെ ചെയ്യുള്ളൂ. അല്ലാതെ അങ്ങാടി തോറ്റീന് അമ്മയോട് എന്നുള്ളൊരു തിയറി എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഇവൻ പറഞ്ഞിരുന്നത് ഈ പെണ്ണിന് ഉണ്ടായിരുന്ന റീസണില് ഒന്ന് ഈ കാമുകന്റെ കഥ. ഈ കാമുകൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ സ്വന്തം പെങ്ങളെ ഭർത്താവിനെയാണ് ഇവന്റെ വൈഫിന്റെ കാമുകനാക്കി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും അന്വേഷിച്ച് നോക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പലരോടും പറഞ്ഞ കഥകളുണ്ട്. അതിലൊക്കെ ആരാണ് ഈ കാമുകന്റെ റോളെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൊണ്ടു. ഇവന്റെ സ്വന്തം പെങ്ങടെ ഭർത്താവാണ്, അതും സ്വന്തം കുടുംബത്തിൽ തന്നെ. ഇവ ഈ 3 കുട്ടികളായപ്പോ ഇവൻ പറയുന്ന ഒരു റീസൺ ഉണ്ട്. ആരെ ഈ സുമി അറിയുന്ന പെണ്ണിന് പിന്നെ അവളെ കാണാൻ രസമല്ല, അവൾക്ക് പ്രായം അധികമാണ്. ഇതൊക്കെയാണ് ഇവന്റെ റീസൺ. ഈ കാമുക എന്നുള്ളതൊരു പേരാ, ഇവനിക്കും അറിയാം ഇങ്ങനെയൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ മറ്റുള്ളവരിലേക്ക് അവന്റെ കഥകൾ എത്തുമെന്ന് പേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു, ഈ സുമിക്ക് നല്ലൊരു കഥ ഉണ്ടാക്കി. യൂട്യൂബ് ചാനലിൽ കയറിയിട്ടും അവിടെ മറ്റേ ഓന്റെ ചാനലിൽ ഇരുന്നിട്ടും ഒക്കെ ഇവന് ഈ പെണ്ണിനെ വളരെ മോശമാക്കിയിട്ട് ഇങ്ങോട്ട് ചിത്രീകരിച്ചു. പിന്നെ പെണ്ണിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പെണ്ണല്ലേ, മൊത്തത്തില് ഫാമിലിയിലും മറ്റേ പുറത്തും അയൽവാസികളും എല്ലാവരുടെയും കണ്ണില് ഈ പെണ്ണിനെ മോശക്കാരിയാക്കി. പക്ഷെ ഇവന്റെ അയൽവാസികൾക്ക് അറിയാം ഈ ഒരു ഫാമിലിയുടെ ഒരു സ്റ്റാൻഡിങ്. അതുകൊണ്ട് ഇവരുടെ ഫാമിലിയിൽ എന്തെന്നെ സംഭവിച്ചാലും അപ്പുറത്തുനിന്നോ അപ്പുറത്തുനിന്നോ ഒരു പെരക്കാര് വന്നിട്ട് ഒരു മധ്യസ്ഥനോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പോലും ചോദിക്കൂല. ഞാൻ പറഞ്ഞില്ലേ, അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഗൾഫിലൊക്കെ പോയിട്ട് മറ്റേ 10 രൂപയുടെ സ്പ്രേ കണ്ട് അടിച്ചിട്ട് ഓന് സ്വയം ഓൻ മമ്മൂട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഓൻ നടക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പോൾ ഈ 3 കുട്ടികളാകുവോളം പ്രശ്നമില്ലാത്ത ഈ 3 കുട്ടികളായി ഓനക്ക് അവിടെ കുറെ ഗേൾ ഫ്രണ്ടായി. അപ്പം എന്ത് ചെയ്തു, ഇവൾക്ക് പ്രായം കൂടുതലാ, ഇവള് കാണാൻ ചൊറുക്കില്ല, ഇവൾക്ക് കാമുകം, ഇത്രയുള്ള കഥകൾ കൊണ്ട് വന്നത്. ആ പെണ്ണ് കാണാൻ ചൊറുക്കില്ല എന്ന് പറയുമ്പോ ഇവൻ ഭയങ്കര ചൊറുക്കല്ലേ അല്ലേ. ഈ അൽഫാമില്ലേ, ഈ അൽഫാം അങ്ങോട്ട് നീച്ചു നിന്നിട്ട് അങ്ങനെ വർത്താനം പറയണെങ്കിൽ എന്താ, അതാണ് ഇവൻ. പക്ഷെ ഓനെ തന്നെ വിചാരിക്കണ മമ്മൂട്ടിയാണ്. ഇതിന്റെ മെയിൻ കാരണം എന്താ അറിയോ, അമിതമായിട്ടുള്ള ഓന്റെ ഡ്രഗ്സ് ഉപയോഗം. ഓൻ നല്ലോണം ഡ്രഗ്സ് യൂസ് ചെയ്യും. ഇവൻ ഷോപ്പിലല്ല ഇവൻ പണിയെടുക്കുന്നത്, ഇവനെ ഒരു ഷോപ്പ് പേരും കയറ്റൂല്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാ, ഇവൻ വന്നിട്ട് ഈ സർവീസ് റൂമിൽ കയറിയിരിക്കൂത്രേ. എന്നിട്ട് ഏതെങ്കിലും കസ്റ്റമർ എന്തെങ്കിലും ഫോൺ കൊണ്ട് വന്നാ മൂക്കും മേശമ കുത്തിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവൂത്രേ. ഇങ്ങനെ ഒരു ബോധമില്ല, ഓർമ്മയില്ല. ഓനെ പോയി വിളിച്ചാൽ ചാടി നീച്ചിട്ട് എന്താണ് അങ്ങനെ ഇങ്ങനെ കണ്ണു പോലും വീയൂല. ഇവന്റെ ഒരു ദിവസം ഒരു ഐഫോൺ കംപ്ലൈന്റ് ആയി. അതൊരു തുനീഷ്യക്കാരന്റെ ഫോണായിരുന്നു. ഇവന്റെ ഡാറ്റ മുഴുവൻ പോയി. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അവൻ ചോദിച്ചു, ഞാൻ ഓണായി തന്നിരുന്ന ഫോണല്ലേ, ഇപ്പൊ എന്താണ്, എന്റെ ഡാറ്റ എല്ലാം എനിക്ക് വേണം, എന്റെ ഫോൺ മര്യാദക്ക് ശരിയായി കൊണ്ടാന്ന് പറഞ്ഞപ്പോ ഇതുപോലെ എന്തോ ചാടി ഓനോട് വർത്താനം പറഞ്ഞു. തുനീഷ്യല്ലേ, എടുത്തിട്ടാണ് അരക്കുവനെ, കടയുടെ ഉള്ളിലിട്ടാണ് ചവിട്ടിക്കൂട്ടി ഈ ഫാത്തിനെ. ഇതൊക്കെ സത്യമാണ്. ദുബായിലോ മുമ്പ് നിന്നിരുന്ന കടകളിലൊന്ന് അന്വേഷിച്ചാൽ അറിയും. ഇവൻ അത്രയും ദിവസം പണിയെടുത്ത കാശും കൂടി കൊടുക്കാതെ ഇവനെ ഈ നാളെ മുതൽ വരണ്ട ഉട്ട വണ്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ അവൻ വേറെ കടയിൽ കയറി. അവിടെ ഇതേമാതിരി 10-15 ദിവസമേ നിൽക്കുള്ളൂ. അപ്പോഴത്തിന് ഏറെക്കുറെ പിടുത്തം കിട്ടും ഇവന്റെ ഒരു രൂപം. നിങ്ങൾ കാണുന്നത് കുറച്ച് നേരത്തെ അവന്റെ വീഡിയോ മാത്രമാണ്. അതൊരു മാസ്റ്റർ പ്ലാനിങ് ആണ്. ചില സമയത്ത് ഓനെ എങ്ങനെ വെച്ചിട്ട് ഓൻ വിചാരിച്ച സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കണ്ടുപോകണം, തൂങ്ങി ഉണങ്ങിയും കൊണ്ട് കണ്ണൊന്നും വീയാതെ. അത് ഈ ഡ്രഗ്സിന്റെ പുറത്താവുമ്പോഴാണ് ഓൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോഴും ഓൻ ഈ തെറി പറയുന്നതും കാര്യങ്ങളൊക്കെ ഓൻ നോർമൽ അല്ല. ഓൻ ഈ ഡ്രഗ്സിന്റെ ലോകത്ത്, അതായത് ഇവന് കഞ്ചാവിന്റെ പരിപാടി ഉണ്ട്, MDMന്റെ പരിപാടി ഉണ്ട്, കള്ള് കച്ചവടം ഉണ്ട്. എന്നോടൊരു ചങ്ങായി ഒരു ദിവസം മെസ്സേജ് ചെയ്തിട്ട് പറയാണ്, ഷെരീഫേ എങ്ങനെ ആ കുട്ടികളെ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പറ്റൂച്ചെങ്കിൽ ഇജത് ചെയ്തു കൊടുക്ക്, ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തുതരാം. കാരണം എന്താ അറിയോ, ഇവനിവിടെ ഡ്രഗ്സിന് ഒരു മറയായിട്ടാണ് ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത്. കുട്ടികളെ എന്നല്ല, പെൺകുട്ടിനെ. ഇവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിറിഞ്ചാണ്. അത് കഴിഞ്ഞാലാണ് കള്ള്. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ഷെഡിമ്മ കയറിയിരിക്കുന്ന ഒരു ചെങ്ങായി, ആ ചെങ്ങായിയുടെ മടിയിൽ ഈ കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മുഖം കാണണം.
കുട്ടിക്ക് പോലും അറിയുന്നില്ല എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം കുട്ടിയല്ലേ, കുഞ്ഞു പൈതങ്ങളല്ലേ, ഇവറ്റയ്ക്ക് എന്താ അറിയണു, ഇവറ്റയ്ക്ക് എന്ത് ശരി. ആ വാപ്പാടയത്ത് നിൽക്കുന്നതാണ് ആ കുട്ടികൾക്ക് ഇഷ്ടം എന്നുള്ളതും ആ കുട്ടികളുടെ വീഡിയോ കണ്ടറിയും. അതുപോലെ ആ കുട്ടികൾ പറയുന്നുണ്ട് ആ കുട്ടികളുടെ ഉമ്മാനെ കുറിച്ചിട്ട് എന്നുള്ള കുറച്ച് ഡയലോഗുകൾ സ്ഥിരം കമന്റിൽ വരുന്നതാണ്. ഓലും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക്, ഞാൻ എൻ്റെ 2 പെൺകുട്ടികൾക്കും അവർ പറയുന്നതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും, എല്ലാം ചെയ്യും, എൻ്റെ കൂടെ കളിക്കും, ചിരിക്കും. ഞാൻ അവരോട് കളിക്കുമ്പോൾ ഞാനും കുട്ടിയാവും, എന്നിട്ടേ ഞാൻ അവരോട് കളിക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ ഇത്തിരി ഇഷ്ടമല്ല എൻ്റെ മക്കളുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ വൈഫിനോട് ഒന്ന് ഒച്ചയിടുക, അതല്ല ഞാൻ കുറച്ച് ഒച്ചത്തിൽ എന്തെങ്കിലും അവളോട് ചോദിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക ചെയ്താണ്ടല്ലോ, ഈ 2 കുട്ടികളുണ്ടല്ലോ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ വിളിച്ച ആ മക്കൾ വരൂല. മനസ്സിലായോ? പക്ഷെ എന്നാ ഞാൻ ഉമ്മാനെ വാപ്പാനെ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ വാപ്പാന്ന് പറയും, ചുണ്ട് തരും, ഒക്കെ ചെയ്യും ഈ മക്കള്. പക്ഷെ ഈ ഉമ്മാനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ അപ്പൊ അവരെ മുഖണ്ട് വാടും. അതാണ് ഉമ്മ. ആ ബന്ധം ഫാത്തിയുടെ കോൽമുട്ടായി കൊണ്ടോ ലേസ് കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ കാണിച്ചു കൂട്ടുന്നത് കൊണ്ടോ തകരുന്ന ബന്ധമല്ല ആ മക്കൾക്ക്. ഈ ഫാത്തി സ്വന്തം മക്കൾക്ക് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നുമില്ല, കൊടുക്കാൻ ശ്രമിക്കുന്നുമില്ല. അതിന്റെ കാരണം എന്താ അറിയോ? വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ തെറ്റെന്താ ശരി എന്താന്ന് അവര് മനസ്സിലാക്കും. അങ്ങനെ സംഭവിച്ച അവനക്ക് ഈ കുട്ടികളെ നഷ്ടപ്പെടും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ, അവനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ. ഈ പ്രായത്തില് ബാഗും തൂക്കി സ്കൂളിൽ പോയി, സ്കൂളിൽ കളിച്ച്, സ്കൂള് വിട്ട് വീട്ടിൽ വന്നിട്ട് അന്ന് ആ സ്കൂളിൽ നടന്ന കഥകൾ ഇവര് കൊഞ്ചി കുഴഞ്ഞ് പറയുന്നത് കേൾക്കാൻ തന്നെ എന്ത് രസാ. എത്ര നല്ല ലൈഫാണ് ആ മക്കളുടെ ഇവൻ കളയുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും അവനാണ് ശരി എന്ന് പറയുന്നവരാട്ടോ. കാരണം ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ വില എന്താ അറിയില്ല, അല്ലെങ്കിൽ മാതാവിന്റെ വില എന്താ അറിയില്ല, അതല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ വില എന്താ അറിയില്ല. കാരണം അത്തരത്തിലുള്ള ആളുകൾക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്തോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എന്തിനും നമ്മുടെ മനസാക്ഷിയിലും ബോധിപ്പിക്കണം എന്ത്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ചെയ്തോ. ഇപ്പൊ നോക്കാം, കുഞ്ഞാമ്പാണ്ടിക്കാട് വരെ വന്ന് അവനെ സപ്പോർട്ട് ചെയ്തു. അത് കുഞ്ഞാമ്പാണ്ടിക്കാടിന് പിന്നെ ഈ ഫാത്തി ശരിയാ എന്നുള്ളത് കൊണ്ടാ? ഒരിക്കലും അല്ല. കുഞ്ഞാമ്പാണ്ടിക്കാടിന് ഷെരീഫിനെ തെറി പറയുന്നു എന്നുള്ള ഒരു ആനന്ദം കൊണ്ടാ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞാമ്പാണ്ടിക്കാടിനെ ഞാൻ നന്നായിട്ട് ഊക്കിയിട്ട് വീഡിയോ ചെയ്തിരുന്നു, മുമ്പ് റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഓനിക്കിപ്പോ കിട്ടിയ ഒരു അവസരമാണ് അത്. ഞാൻ പറയുന്നത് ഓൻ ചെയ്ത നല്ല കാര്യമായി കുഞ്ഞാമ്പാണ്ടിക്കാട്. കാരണം എന്താ പറയുക, കിട്ടിയ അവസരം നമ്മൾ മുതലെടുക്കണം. അതേ ഓനും ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ കിട്ടിയ അവസരത്തിന്റെ വലിപ്പവും പിന്നെ സന്തോഷം കൊണ്ട് അവനിക്ക് അങ്ങനെ ഒരു കുട്ടിയുണ്ട്, അത്രയും ചെറിയ കുട്ടിയുണ്ട്. ഈ കുട്ടികള് ഉമ്മല്ലാതെ ഒരു ദിവസം ആ വീട്ടിൽ നിൽക്കുവോ ഇല്ലയോ എന്നുള്ളത് അവനിക്ക് ചിന്തിച്ചറിയാം. ലോകത്ത് ആദ്യമായിട്ട് ഇനിയിപ്പോ ഓന്റെ ഈ ഫാത്തിയുടെ വൈഫ് അങ്ങനെ മോശത്തന്നെ ചെയ്തു വെക്ക, ഇതൊക്കെ ഈ ലോകത്ത് നടക്കാത്തതാ. അവനിക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കിയ പോലെ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവന്റെ കുടുംബചരിത്രം അവന്റെ പറയുന്നത് ആരെന്നെയാണ്, ഈ കാമുകൻ ആരാണ്? ഇവന്റെ സ്വന്തം പെങ്ങളെ ഭർത്താവ്. അതൊക്കെയാണ് ഇവന്റെ വീഡിയോയും ഇവന്റെ കഥകളും ഇവന്റെ സ്റ്റോറികളും. ഇത് വാലും തലയറിയാതെ ഈ ഒരു കുട്ടിയുടെ കളിയിൽ, ഈ കുട്ടിയുടെ കളികളാണ് ഇവന്റെ ഏറ്റവും വലിയ വിജയം. എന്താ അറിയോ, ഈ കുട്ടികളുടെ മറവിലാണ് ഇവന്റെ എല്ലാ കള്ളത്തരങ്ങളും നടക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഇത് അധികം പോകൂല. അതായത് ഫാത്തിക്ക് ഒന്നല്ലെങ്കിൽ ഇന്ന വന്ന് കൊല്ലല്ല ധൈര്യം വേണം. അതെന്തായാലും ഓനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. കാരണം എന്താ വെച്ചാൽ ഓനെ കണ്ടാലറിയും. ആ നാവില്ലേ, ആ നാവും ആ ശബ്ദവും മാത്രമേ ഉള്ളൂ. ആഞ്ഞൊരു വളിയിടാനുള്ള ആരോഗ്യം ഓന്റെ മേത്തില്ല. കാരണം അത്രക്കും ഡ്രഗ്സിന്റെ ലോകത്ത് ജീവിക്കുന്ന ഓനെ ഇങ്ങനൊന്ന് മുന്തിയ ഓനങ്ങോട്ട് മറിയും. അപ്പൊ ഓന് ഈ സോഷ്യൽ മീഡിയ കയറുന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഉമ്മാക്ക് വാപ്പാക്ക് ഇതൊക്കെ ഓൻ തന്നെ ഓനിൽ കാണുന്ന ഒരു സമാധാനമാണ്. അതങ്ങനെ പറഞ്ഞോട്ടെ. UAE അല്ലേ, അപ്പൊ UAE സംബന്ധിച്ചിടത്തോളം അങ്ങനെ തെറി പറഞ്ഞിട്ട് വീഡിയോ ഇട്ടാലോ, പിന്നെ അങ്ങനെ മറ്റൊരാളെ ഉമ്മാക്കും വാപ്പാക്കും മക്കൾക്കൊക്കെ വിളിച്ചിട്ട് വീഡിയോ ഇട്ടാലോ ഒരു പ്രശ്നമില്ലാന്ന് ഓനിക്കറിയാം അല്ലേ? അതറിഞ്ഞാൽ മതി എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇതിലിഞ്ഞ് ട്വിസ്റ്റുകൾ വരാൻ ഇഷ്ടം പോലെ ഉണ്ട്. വീഡിയോസ് ഒന്നും കളയരുതെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ഇനിയിപ്പോ കളഞ്ഞാലും ഞാൻ അത് എന്താന്ന് കേൾക്കാതെ ഞാൻ ഓരോന്നും സേവ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വേറെ പല ആളുകളും ഇത് സേവ് ചെയ്ത് വെക്കുന്നുമുണ്ട്. അതൊക്കെ എന്താണ് ഏതാണെന്നുള്ളത് പിന്നെ പറയാം. അതൊന്നും അല്ല ഇപ്പൊ നമ്മളുടെ വിഷയം. അപ്പോ ഇങ്ങനെയാണ് ഫാത്തിയുടെ കാര്യം. അതായത് സ്വന്തം ഭാര്യനെ തന്നെ വിറ്റിട്ട്, അതായത് ഭാര്യനെ മോശക്കാരിയാക്കിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഫാത്തി. ആ ഫാത്തിക്ക് ഇന്റെ ഒരു ചോദ്യത്തിനും ഉത്തരം ഉണ്ടാവൂല. കാരണം എന്താ അറിയോ, ഫാത്തി കുരക്കേ ചെയ്യുള്ളൂ, ഒരിക്കലും കടിക്കൂല. അങ്ങനത്തെ ഒരു ബേജാറും നിങ്ങൾക്ക് വേണ്ട. ഓനിക്ക് തന്നെ അറിയാം ഈ തെറി പറഞ്ഞുകൊണ്ട് ഒരു കാര്യമല്ല. എന്നാലും ഓന്റെ സമാധാനത്തിന് പറയാണ്,
പക്ഷെ ആ സമാധാനം ഏറെക്കുറെ ഈ അടുത്ത് നഷ്ടപ്പെടും. അതും നിങ്ങൾക്ക് കാണാം. അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതും ഒരു പെണ്ണാണ്. ഒരു കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ ആയിട്ട് ഈ ഇവന്റെ അളിയൻ വിളിച്ചു സംസാരിച്ചു എന്നുള്ള കാരണവും പറഞ്ഞിട്ടാണ് ഇവൻ ഈ ദുബായി കൂടെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ മുഴുവൻ അഴിഞ്ഞാടുന്നതും ഈ കഥകളൊക്കെ വരുന്ന പെണ്ണുങ്ങളോട് പറയുന്നതും. പക്ഷെ ഞാൻ വന്ന് എനിക്കെതിരെ വീഡിയോ ചെയ്യൽ തുടങ്ങിയപ്പോൾ എനിക്ക് കഷ്ടകാല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് എത്രങ്ങാനും ആളുകൾ ഓനെ ഞാൻ ബ്ലോക്ക് ചെയ്തു, ഓനെ ഞാൻ എന്താ പറയാ അൺഫോളോ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് വിടുന്നുണ്ട്. അതിലൊന്നും ഞാൻ അൺഫോളോ ആക്കാനും ബ്ലോക്ക് ചെയ്യാനൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. സത്യങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിക്കോളി. ഈ മക്കൾ ഒരിക്കലും അവന്റെ അടുത്ത് സേഫ്റ്റി അല്ല. അവനൊരിക്കലും ഈ മക്കളായിട്ട് നാട്ടിലേക്ക് വരൂല്ല. അല്ലെങ്കിൽ പിന്നെ ദുബായില് ഇവനിക്കെതിരെ നല്ലൊരു കംപ്ലൈന്റ് ചെല്ലണം. എങ്ങനെ അത് ഞാൻ വഴിയെ പറയാം. അപ്പോ ഈ ദുബായി കൊടുക്കുന്ന ഒരു പണിഷ്മെന്റ് ഉണ്ട്. ആ പണിഷ്മെന്റ് കൊണ്ട് എനിക്ക് നാട് പിടിക്കല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവ ഇവിടെ ലോക്കാണ്. കുട്ടികളെ ഈ സുമിക്കന്നെ കിട്ടുകയും ചെയ്യും. എന്തായാലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ. എത്രയായാലും ഒരു ഉമ്മയല്ലേ, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ എത്ര കാലം വിചാരിച്ചിട്ടാ കരയാ. ഇവന്റെ ഈ കള്ളക്കഥകൾക്കൊക്കെ ആയുസ് കമ്മിയാ. അത് നിങ്ങൾക്ക് വഴുകാതെ അറിയും. ഞാനത് തെളിയിക്കുന്നത് വരെ ഞാൻ ഇതിന്റെ പുറകെ ഉണ്ടാവും. തെറിയല്ലേ അവൻ പറഞ്ഞോട്ടെ, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോ, ഞാൻ ഇതിന് തടസ്സമൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇതാ പറഞ്ഞുകൂടെ പറഞ്ഞിട്ട് വിടാതിരുന്നാൽ മാത്രം മതി. കേൾക്കലും കേൾക്കാത്തതിരിക്കലൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോ ഞാൻ വരാം. ബൈ.